അവൾക്ക് എന്നെ കുറിച്ച് എല്ലാം അറിയാം. അവൾക്കറിയാവുന്ന പോലെ. ഒന്ന് അടങ്ങാനല്ലടാ, ഒന്ന് ഉടക്കാനാ വന്നിരിക്കുന്നത്. എന്റെ പൊന്നനന്തരവനെ നിങ്ങൾ തല്ലി ചതച്ചില്ലടാ. വലിയ സ്രാവിനെ പിടിക്കാം. എന്റെ അനന്തരവനെ തല്ലിയല്ലേ, ഇതിന് സമാധാനം പറയിപ്പിക്കാതെ ഗംഗാധരനോട് പോവില്ല. അവനെ കൊണ്ടുവെക്കൂ, കാശ് പിന്നെ തന്നാ മതി. വാക്ക് പറഞ്ഞ വാക്ക് उन्हें लिया सकता ना साथ में ഞാൻ ഒരു തെറ്റ് ചെയ്തു, സമ്മതിച്ചു. അതിന് പരിഹാരവും ഞാൻ ചെയ്തു കഴിഞ്ഞു. അവന് ഞാൻ ജോലി കൊടുത്തു, 5,000 സാലറി. ഇതാ പോരെ. अब चुप हो गया. ഈ 5,000 എന്ന് പറഞ്ഞ എത്രയാ? 5,000. നീ ഇനി ഇവിടെ നിന്ന് എനിക്ക് പണി ഉണ്ടാക്കണം. बेचारा मुझे मिला रुपए वो चला क्या പോയിട്ട് 1-ാം തീയതി മടങ്ങി വരാം. ഞാൻ പോയിട്ട് 1-ാം തീയതി മടങ്ങി വരാം. एक तारीख आऊंगा. ഞാൻ പോട്ടെ. अब बोले जैसे प्रेस रानी ले ബാഗ് എന്ന് പറയാൻ മാത്രം അറിയാല്ലേ. वाला सीन इसमें नहीं है, प्रेस वाला सीन है. अच्छा उसी वाले में वो चुपके में बहुत जबरदस्त था वाला सीन. प्रेस वाला सीन बहुत अच्छा है ना. वो उन्होंने सही जोड़ा ना. इसके सामने कैसे कर रहा ड्रामा. ഭയ്യ ആള് കുറവാ ഇവിടെ. ഈ രണ്ട് നാവും നന്നാല് കാതുമുള്ള ആളുകൾ ചെയ്തിട്ട് ശരിയാകാത്ത പണി അവൻ ചെയ്താൽ ശരിയാവോ? ये नहीं चाहते उसे यार जॉब में रखे. ഇവിടെയുള്ള കാര്യങ്ങളില് നീ ഇടപെടണ്ട. तो ऑफिस तक आ गई थी. എന്താ എന്താ वो याद भी आ गया. उस कौन था ये? वही जिसने कर्जा लिया था इससे. हाँ कर्जा. हाँ इसे कर्जा देना था ना इसने. നിന്ന് ബിസിനസ് ഏൽപ്പിച്ചപ്പോഴേ അത് പൊട്ടി. ആ ഉണ്ണി എന്ന് പറഞ്ഞവൻ നാവിട്ടടിച്ച ആരും വീഴും. ഈ ഞാനും വീണു. अब देख लेंगे उसे छुपते हुए. ഡെഡ് ബോഡി കിട്ടാത്തതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി കാശ് കൊടുത്തിട്ടില്ലെന്ന അവന്റെ അച്ഛൻ കൈമൾ മാഷ് പറഞ്ഞു. കള്ളം. അയാളാ കാശ് ഒതുക്കി. അവൻ വീടിന് നേരെ കല്ലെറിഞ്ഞു. ഇനിയും പൈസ കിട്ടിയില്ലെങ്കിൽ വീടിന് തീ വെക്കുമെന്നാ നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. ആ നാട്ടുകാരാ. उसके घर पे जाने लग गए भयंकर. ദൈവമേ, ചെക്കന്റെ ബോഡി കിട്ടുന്നവരെ മനസ്സിന് സ്വസ്ഥതയില്ല. അവൻ ജീവിച്ചിരുന്നപ്പോഴേ ഒരു മുങ്ങൽ വിദഗ്ധനായിരുന്നു. മരിച്ചു കഴിഞ്ഞ ആ ഡെഡ് ബോഡിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ കുറെ പേര് അപ്പൊ ഒത്തുനോക്കാൻ വേണ്ടി കൂടെ കൊണ്ട് നടക്കുക. അവൻ ഗംഗാധരൻ ആരുമല്ല, അവന്റെ അച്ഛനൊരു സ്കൂൾ മാഷാ. ആ മനുഷ്യനെ പോലും ഇവൻ വെറുതെ വിട്ടിട്ടില്ല. റാവുത്തറിഞ്ഞിന്റെ കയ്യിലെത്തിക്കണം. ഇല്ലെങ്കിൽ നാളെ നമ്മുടെ ട്രാവൽസിനോടുന്ന വണ്ടികൾക്കൊന്നും പെർമിറ്റ് ഉണ്ടാവില്ല. അല്ല समझ गया. फिर उसमें ऐसे बोलता ना, अरे तो बड़ा आसान है. ഞാനും പഠിച്ചു. शांत. अब होती सारी गलतफहमी शुरू. അന്വേഷിക്കാം, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ചാച്ചാജിങ് വരും. ചതിയനവൻ പണത്തിന് വേണ്ടി എന്തും ചെയ്യും.
എനിക്കറിയാം, അതുകൊണ്ടാ പറയുന്നത്. ये अपनी तरफ से बोलती है अब इस वजह से बोल रहे हैं ना, क्योंकि क्योंकि उसने उसके बारे में जाना था. आगे पुलिस അവൻ ഇവിടെ വന്നിട്ട് എത്ര इसका दोस्त ഫോൺ ചെയ്യോ മറ്റോ? ഇല്ല, തിരക്കാവുന്നിടത്തൊക്കെ തിരക്കി, ഇതുവരെ ഒരു വിവരവും ഇല്ല. ഹലോ, സ്പീക്കിംഗ്. അവനെ കിട്ടി. बोलेगा भी कैसे हो, मैं तो घूम गया है, मतलब लोगों के सामने ना. हाँ. अब आते हैं इसके पापा. പപ്പാജി, എനിക്കൊന്നുമില്ല, മോളിങ്ങനെ വിഷമിക്കാതെ. എന്നെ ഹോസ്പിറ്റലാക്കിയിട്ട് അവൻ ആ പണം എത്തിക്കേണ്ടടുത്ത് കൃത്യമായി എത്തിച്ചു. എനിക്ക് पैसे दे ബന്ധമായി देते ഇറങ്ങിയതാ. थे, जहाँ पहुंचाने के लिए बोला था. तब तक पुलिस पकड़ लेती ना उसे. मार खा के आया था वो. इसको गुस्सा आ रहा है इन पे. അത് കാണാതായപ്പോ ഞങ്ങള് വിചാരിച്ചു കട്ടിട്ട് പോയി കളഞ്ഞു എന്നല്ലേ? सेम डायलॉग है ना उसमें भी सेम ऐसे ही बोलता है. डायलॉग അറിയാമായിരുന്നെങ്കിൽ सब എനിക്ക് सेम उसमें रखे हुए हैं. എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഒറ്റയ്ക്ക് പോവാനും പറ്റില്ല, ആരെങ്കിലും കൊണ്ട് എത്തിക്കണം. ജീവനോടെ ഞാനോടെ ചെന്നിട്ടൊരു കാര്യം ആയിരുന്നു. ഒന്നും കേൾക്കാത്തവനായി, ഒന്നും സംസാരിക്കാത്തവനായി. ഇനി इसका साफ किताब करना नहीं आता. ഇത് വരുമ്പോ അത് നഷ്ടത്തിലാവൂ. ഇല്ല, ഇത് പറയാതെ തന്നെ നഷ്ടത്തില്ല. 31 ലക്ഷം രൂപ 30 നമ്മുടെ മുടക്ക് മുതൽ 31 ലക്ഷം രൂപ. ഇപ്പടെയാ പറഞ്ഞത്. ഒലക്ക, ഞാൻ ഇനി ബിസിനസ് ചെയ്യുന്നില്ല. സിക്കന്ദ്ര പോലും അറിയാതെയാ ഞാൻ ഈ പണി ചെയ്യുന്നത്. सिकंदर अच्छे से करता है बिजनेस, ये नहीं करवाता. वही बिजनेस इनका रुपए देते थे, है ना, फिर ब्याज पे देते थे. ഏയ്, ആർക്ക് നഷ്ടം? ആദ്യം തന്നെ ഈ തുക്കട ബിസിനസ് ഒക്കെ നിർത്തി നല്ല സ്ട്രോങ് ഫിനാൻസ് കമ്പനി തുടങ്ങാം. ബിസിനസ് അവള് തന്നെ ഇനോഗ്രേറ്റ് ചെയ്യാമെന്ന്. इसका ऑर्डर सौंपने के लिए एक സിക്കന്ദ്രയിൽ बिजनेस നിന്നും രക്ഷപ്പെടുകയും ചെയ്യാം. 7.5 लाख से കസ്റ്റമർക്ക് देंगे. അവള് കൊടുത്തോളും. धमकी देने को. राजी हुई हो. इस वजह से इधर ही നിന്റെ ഭംഗി ആസ്വദിക്കാനല്ല വിളിച്ചത്. वो ऐसे बोलता नहीं, നീ बता ആ दे कैसा കണ്ണാടി लग रहा है. മാറുന്നേ. വെട്ടി താഴെ വെക്കടാ. ത്തോടും ബുദ്ധിയോടും ചെയ്യേണ്ട കാര്യ. എന്ത് ഈ പെട്ടി താഴെ വെക്കണതാ? നീ എന്തൊക്കെയാ ചെയ്യാൻ മൈക്കിളല്ല കൈമൾ മാഷ്. ആ, കൈമൾ മാഷ്. ബാക്കി ഞാൻ कायमल मास्टर है वो. अदन- बाकी काम अदन- कर दूंगा. अनिल तो तुम्हें हाँ. अनिल तो हमारा जीत बोलता तुम्हें. അപ്പൊ നീ ആരാ? രമണൻ. സോറി, മരിച്ചുപോയ ഉണ്ണിയുടെ ക്ലോസ് ആയ ഫ്രണ്ട്. ക്ലോസ് ഫ്രണ്ട്. ആ, रास्ते मिल जाए तो वही दे दूंगा. ഓ, നിനക്കൊന്ന് പോവാൻ പറ്റുമോ? അല്ല, വേറൊരു സംശയം. ഉം. ഞാൻ തന്നെ പോണോ? നിർത്ത്. ഇത് കൈമൾ മാഷിന്റെ വീടല്ലേ? ആ, ഒരാൾക്കുള്ളൊരു വഴി തന്നെ. सारे कर्जा खड़े हुए जाते हैं. ഇത് മരിച്ചുപോയ ഉണ്ണി എന്താ ഡോൾബി സിസ്റ്റമാണോ? എന്താ? ഇതാണ് കൈമൾ മാഷ്, പാർട്ട്ണർ. പണമാണോ പ്രശ്നം? അതെ, അത് തന്നെയാണ് പ്രശ്നം. ആ, എങ്കിൽ ഈ ആൾക്കൂട്ടത്തിന് മുമ്പിലെ താൻ കൂടെ കയറി നിന്നു. അതോടെ നിങ്ങളുടെ കടബാധ്യത തീരുമെങ്കിൽ ഒന്നടങ്കം തീരട്ടെ. ഉള്ള കാര്യം പറയാമല്ലോ, എന്റെ നീ ഒരു 10 പൈസ കൂടെ എടുക്കാനില്ല. എടാ, നിന്നെ പോലെ തന്നെ പണം വാങ്ങാൻ വന്നവരാണ് ഞങ്ങളും. അയ്യോ, ഞാൻ പണം വാങ്ങാൻ വന്നതല്ല, കൊടുക്കാൻ വന്നതാ. रुपए देने के लिए आया. കൈമൾ മാഷിന് ഞാൻ മലയാളത്തിലല്ലേ ആദ്യം നിങ്ങളോട് പറഞ്ഞത്? യൂണിവേഴ്സൽ കമ്പനി वो सारे खाली ओ कितने रुपए? सब
गए, खुश हो अभी गए। उसने नहीं देखा, अभी खुद ही बेहोश हो जाएगा देख के। ഉണ്ണിയുടെ എല്ലാ കടവും വീട്ടാനുള്ള പണം അവിടെ എത്തിക്കഴിഞ്ഞു. सारा लोन चुका दिया। നമസ്കാരം. अब जाके उसे कह കണ്ടു. എന്നാ പോയിക്കോ. ആ ഓക്കെ താങ്ക് യു. അല്ല അല്ലേ? ആ ഞാൻ ക്ലോസ് ആയപ്പോ ഉണ്ണിയുടെ മരിച്ച ഫ്രണ്ടാ. ഏ? മരിച്ച ഉണ്ണിയുടെ ക്ലോസ് ആയ ഫ്രണ്ടാ. ആ എരണം കെട്ടവളുടെ പേര് ഇവിടെ മിണ്ടരുത്. ശരി പേര് പറയുന്നില്ല. ആ കുട്ടി ഒന്ന് കാണാൻ പറ്റും? അവളിവിടെ ഇല്ല, അവള് ഭർത്താവിന്റെ വീട്ടിലാ. ഭർത്താവ് अभी सोचते उसकी शादी हो गई। यहीं पर होती कर എന്നല്ലേ ഞാൻ ചോദിച്ചത് ഇവൻ ആരാണെന്ന്? ഇതാരാന്ന് നിനക്ക് അറിയില്ല അല്ലേ? ഇല്ല. എടാ ഇതാടാ നിന്റെ ഫ്രണ്ട് ഉണ്ണി. ओ ऐसे रिलेटेड काड़ा ചതിക്കരുത് ആരെയും. ഒരു ജീവൻ രക്ഷിച്ചവനല്ലേ ഞാൻ. എന്നോട് എങ്ങനെ രക്തം നിനക്ക് മിണ്ടാ? എന്നോട് ക്ഷമിക്കടേ രമണ. ണ്ടോ? ഉണ്ട്. ബുദ്ധിയുടെ കൂടെ കുറച്ച് സോപ്പ് ഉപയോഗിച്ചോ. തുണി എടുത്തിട്ടിട്ടുണ്ട്, അലക്കിക്കോ. ഞാൻ അലക്കും. അവൻ ആരുമായി അങ്ങനെ പൊരുത്തപ്പെട്ട് പോവില്ല. എന്തായാലും അത് കഴിഞ്ഞല്ലോ. അവളുടെ വിവാഹം നടക്കണമെന്ന് അവളുടെ ഭർത്താവിന്റെ ഫോട്ടോ വല്ലതും നീ കണ്ടോ? ഫോട്ടോ? ഒരു ഫോട്ടോ കണ്ടതിന്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല. നീ എന്നോട് നേരിട്ട് കാണാലോ. ഞാൻ ജീവിച്ചിരിക്കുന്നു അറിഞ്ഞ വേറെ ഒരാളെ വിവാഹം ചെയ്തത് उसने दूसरी शादी कर दी। അപ്പൊ ഇവിടെ തന്നെ അങ്ങ് കുറ്റിയടിക്കാൻ തീരുമാനിച്ചോന്ന്. ഉവ്വ്, സിഖ് മതവും സ്വീകരിച്ച്. ഇവൾക്ക് തന്നെ വലിയ ഇഷ്ടാ. നിനക്ക് ഇഷ്ടാണോ? അല്ല അത് ഞാനീ ഒന്നുമില്ല. ഹയ്യടാ, അപ്പൊ കുട്ടിത്തേവാങ്ങിന്റെ മനസ്സിലിരിപ്പ് ചെറുതൊന്നുമല്ല. ആക്കിയതാണല്ലേ അത് ഞാൻ ഊഹിച്ചു. എന്നെ എങ്ങനെ गिराए कपड़े सारे। ഇല്ല, ഞാൻ വീട്ടിൽ എന്തായാലും അവനായിട്ടുണ്ടാക്കി വെച്ച കടം. लड़कियां ये रह रही है, देखो शादी हुई नहीं थी। എന്റെ മോ इसलिए तो इस लड़की के डैड गुस्सा थे, है ना? കഴുത്തിലൊരു ചരട് കെട്ടിയില്ലെന്നല്ലേ ഉള്ളൂ. കുട്ടിക്കാലം മുതൽ മനസ്സിൽ കൊണ്ടു നടന്നതല്ലേ. ഒക്കെ മറ മനസ്സിൽ നോണ്ടിട്ട് പോവില്ല. എന്നാലും ഒന്നൂടെ അതിനേക്കാൾ വലിയ സന്തോഷം ഒരു ജീവിതത്തിൽ എനിക്ക് കിട്ടില്ല. ഏയ് गाना बजाना सिखा रही उसे। കൊള്ളാലോ. ഇതാരെ കുറിച്ചാ? എന്നെ കുറിച്ചോ? നിങ്ങൾക്കൊരു കവിത എഴുതാനെങ്കിലും. ये सारा कर दिया। उसे पता नहीं होता इसका मतलब। आई लव बोलती ना। पूछता हो। ഇനി हाँ, കൊരങ്ങായിരിക്കും. इसी फ्रेंड से पूछता ना। എന്നെ കൊരങ്ങ വിളിക്കൂ. ഞാനൊരു കൂട്ടം കാണിക്കട്ടെ. എന്താന്ന് പറയാമോ? കാണിക്ക്. हाँ बोलेगा। ഉം. पता ही नहीं। तो फिर इशारा कर रही है। अच्छा अब दिख रहा है वो अब देखता हूँ साइन वाला। साइन लैंग्वेज। ഞാൻ ഞാൻ എല്ലനാന്നോ? അയ്യേ യു എന്റെ എല്ലൂരുന്ന अब समझ गया। अब समझ जाओ। You. अब ये देख लेगा।
दोनों को साथ में। अब देखिएगा उसका कितना इंच पेंटिंग। എന്താ നിനക്കൊന്നും അറിയില്ലേ? पर उसमें वो डायरेक्टली उससे बात करता है, नहीं करता प्रेस राहुल से। പക്ഷേ അവളെ അതിര് വിട്ടിട്ടൊന്നും. എനിക്കറിയാം. ना भी नहीं करेगा उससे बात हो। ഖദറിന്റെ ആരാന്നാ പറഞ്ഞത്? അത് അനന്തരവൻ. हाँ अभी तो करता है, पर ऐसा सीन नहीं था उसमें, उससे डायरेक्टली आता है ना उससे बात करने। ഒരു 30 വർഷമായിട്ട് എന്റെ കൂടെ ഉണ്ട്. 30 years। അപ്പോ അവൻ എത്ര വയസ്സായി? ഒരു 27-28 അതിൽ കൂടില്ല. നേരത്തെ നമ്മൾ തമ്മിൽ കണക്ക് പറയണ സാബിന് എന്ത് മതിപ്പ് തോന്നുന്നു അതിൽ ഉറപ്പിക്കാം. പോരെ? പോരാ. എനിക്ക് पेरेंट्स के बारे में पूछ रहा है। झूठ बोलेगा। അത് വിടും. അവന്റെ അച്ഛനും അമ്മയും ഒക്കെ ഞാനാണ്. അവൻ എന്താണ് പ്രശ്നം ഉണ്ടാക്കിയത് സാബ്? സ്വത്ത് കൈക്കലായാൽ അവളവർക്കൊരു ഭാരവും. അവളെപ്പോലെ എന്തെങ്കിലും കുറവുള്ള ഒരാളാണ്. ഇപ്പോ താനൊന്ന് മനസ്സ് വെച്ച സംഗതി കൊള്ളാം. പക്ഷെ ഇതേ കുറവുള്ള ഒരാൾ പഞ്ചാബിലല്ല, ഇവിടെ തന്റെ അനന്തരവൻ. അവനെ इससे बोल दे सर। വേർതിരിച്ച് കണ്ടിട്ടില്ല. സാബ് പറയുന്നത് ഈ കല്യാണം शादी का प्रस्ताव दे दे। എന്റെ സമ്മതം വേണ്ടേ? പക്ഷെ നിന്നോട് സമ്മതം ചോദിച്ചാൽ നീ കേൾക്കൂലല്ല, കേട്ടാ തന്നെ മിണ്ടേയില്ല. അതുകൊണ്ട് ഞങ്ങളൊക്കെ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു. രമണ നീ തീരുമാനിച്ചു. ये तो राजी नहीं हो रहा शादी के लिए। പെങ്ങൾക്ക് കണ്ടുപിടിച്ചത് അവളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരാൾ. सब लोग इससे तैयार नहीं होते ना, അതിനപ്പുറത്തേക്ക് ഒന്നും ഞാൻ सबको ये पता है कि वो गूंगा है, हाँ तो सब यही सोचते हैं कि दोनों एक साथ कैसे रहेंगे, मतलब। ജീവിക്കും. എന്റെ ഈ നാവില്ലേ അത് അവർക്ക് വേണ്ടി സംസാരിക്കും. എന്റെ ഈ Same കാതുകളില്ലേ dialogue बोलता है ना उसमें वो सुनील शेट्टी। ഒരക്ഷരം പോലും എതിര് പറയാതെ ഞാനും അത് അനുസരിച്ചിട്ടുണ്ട്. ഇപ്പൊ തെറ്റ് ചെയ്യാൻ പോകുന്നത് നീയാണ്. നീ അനുഭവിക്കും. ഈ മനീന്ദ്ര ഈ സ്വത്ത് മുഴുവൻ ചാച്ചാജിയുടേതാണ്. ഒക്കെ തിരിച്ചേൽപ്പിക്കാം. ഇവിടെ നിന്ന് ഇറങ്ങിത്തരാം. നീ നോക്കി നടത്തിയതെല്ലാം നീയായിട്ട് വലുതാക്കിയെല്ലാം ഇട്ടിട്ട് പോവാന്നോ? ഈ സ്വത്തുക്കളെല്ലാം കിട്ടിയിട്ട് കിഴവിന് നമുക്ക് ചതുവ് പറ്റിക്കൂടാ. നമ്മുടെ മോക്ക് ചതുവ് പറ്റിക്കൂടാ. അതുകൊണ്ടാ ചാച്ച कुछ भरोसा है। भैया बोल दिया। उनकी पिटाई फिर से। सब कुछ शॉक हो गया। ये सीन बहुत खतरनाक था। ഭയ്യ എന്ന് വിളിക്കാൻ ഞാനൊന്നും കേൾക്കാതിരുന്നതാ, ഒന്നും उसमें तो सिर्फ बोलने नहीं होता, वो सीधा എന്റെ पीटने लग जाता उसे। ये बैंक എന്റെ നിവൃത്തികേടുകൊണ്ട് ഞാൻ അതേടാ, നിവൃത്തികേട് കൊണ്ട് ആരും ചെയ്യുന്ന പണിയാണിത്. ആൾമാറാട്ടം. टाइम लग गया इसको। यार भैया से कुछ बोलते नहीं भैया से। भगवान के पास जा रही है। बोल दिया। കെട്ടിച്ചു കൊടുക്കണ. എന്റെ പെങ്ങൾക്ക് നിന്നെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ നിനക്കെങ്കിലും വയ്യാന്നൊന്ന് വിളിക്കാൻ കഴിഞ്ഞെങ്കിലെന്ന്. ഭയ്യ എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കാം. എന്നോട് ചെയ്തൊക്കെയാ ക്ഷമിക്കാം. പക്ഷെ എന്റെ പെങ്ങളുടെ സാധിക്കില്ല ഒരിക്കലും. तलवार निकालने लगे मारने के लिए। നിങ്ങൾക്ക് എന്നെ കൊല്ലാം, അതിന് അവകാശമുണ്ട്. ഇല്ല, അവൾക്ക് എന്നെ കുറിച്ച് എല്ലാം അറിയാം. बता दीजिए, उसे पता है सब कुछ। അവൾക്ക് അറിയാവുന്ന പോലെ. ഇനി എനിക്ക് അങ്ങനെ ഒരു പെങ്ങളില്ല. ഭയ്യ അവളെ ഉപദ്രവിക്കരുത്. അവൾ ഒരു ബേട്ടി दीपक वाला सीन है। നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ ഒരാളെ സഹായിച്ചു. ഈ വീടിന് മുന്നിൽ വന്ന് കരഞ്ഞിട്ടുള്ളവരെല്ലാം നമ്മൾ സഹായിച്ചിട്ടുണ്ട്.
ഈ ബയ്യക്ക് വേറെ എന്താ ഉള്ളത്? तैयार हो गया उनकी शादी कराने में। अब वो भी खुश हो गया। ഇതുവരെ നീ ജീവിച്ചത് എങ്ങനെയായിരുന്നാലും അതൊക്കെ മറക്കണം. पास्ट को भूलना पड़ेगा। फिर यहाँ നീ ഞങ്ങളുടേത് മാത്രമായിരിക്കണം. എവിടേക്കും പോവില്ല എന്നും ജീവിതകാലം മുഴുവൻ പൂജയോടൊപ്പം ഉണ്ടാവുമെന്നും നീ ഇവിടെ വെച്ച് സത്യം ചെയ്യണം. ഒരിക്കലും कंडीशन പൂജയും വിട്ട് ഞാൻ ഒരിക്കലും പോവില്ല.